ഫ്രണ്ട്സ്, നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇതുപോലെയുള്ള ഗ്രോസറി ഷോപ്പുകളിലേക്ക്, ഇത് പിറ്റോർക്കി എന്ന ഗ്രോസറി ഷോപ്പാണ്, ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതുപോലുള്ള ഗ്രോസറി ഷോപ്പുകളിലേക്കും അങ്ങനെയുള്ള ഷോപ്പുകളിലേക്കും ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ വിസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഷോപ്പ് അല്ലെങ്കിൽ അവർ പറയുന്ന ഷോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും അതേപോലെ തന്നെ ഇവിടുത്തെ സാലറി എത്രയാണ്, നിങ്ങളുടെ ജോബ് എന്തായിരിക്കും ഇവിടെ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പിറ്റോർക്കി എന്ന് പറയുന്ന ഷോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മളുടെ ഓരോ ഗ്രോസറി സാധനത്തിൻ്റെയും വില നിങ്ങൾക്ക് കാണാം. ഇത് റൈസിൻ്റെയൊക്കെ വിലയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജോലി ഇവിടെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ മനസ്സിലാക്കാം. ഇതുപോലെ എല്ലാ സാധനങ്ങളും പിന്നെ സ്റ്റോർ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് ഇതുപോലെ അടുക്കി വെക്കുക. വെജിറ്റബിൾസും റൈസും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അടുക്കി വെക്കുക. ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി. കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക, ഇതൊക്കെ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പിറ്റോർക്കികളിലൊന്നും വലിയ കാര്യമായിട്ട് ക്യാഷ്യറോ അവരൊന്നുമില്ല. എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, മെഷീൻ വഴിയാണ് ഈ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആകെപ്പാടെ ഇതിനകത്തുള്ള ജോലി ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുക, അതേപോലെ തന്നെ ഇതുപോലത്തെ ഗ്രോസറി ഐറ്റംസ് എല്ലാം പ്ലേസ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും കിർഗിസ്ഥാനുള്ള സ്ത്രീകളൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഇപ്രാവശ്യം ഈ ഷോപ്പിലൊക്കെ വരുമ്പോഴത്തേനും അവരെ ഒന്നും കാണാനില്ല. ഒരുപാട് വേക്കൻസി ഉണ്ട്. അതായത് ഒട്ടും തന്നെ സ്റ്റാഫുകൾ ഇവിടെ ഇല്ല, ഒരു കാര്യത്തിനും സ്റ്റാഫില്ല. അപ്പം നിങ്ങളുടെ റയോണിൽ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ളവരാണെങ്കിൽ, വർക്കിംഗ് വിസയിൽ നിങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയുള്ള പിറ്റോർക്കി ഷോപ്പുകളിലൊക്കെ, ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ജോലിക്ക് ചോദിക്കാമെന്നാണ്. ഞാനിപ്പോൾ ഇവരോട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞു എല്ലായിടത്തും വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാലറി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് 45 മുതൽ 75,000 വരെയാണ്. അത്രയാണ് പിറ്റോർക്കിയിലും അതുപോലുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഈ മനുഷ്യനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വരും, സ്റ്റോർ റൂമിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. അതേപോലെ തന്നെ വരുന്ന കണ്ടെയ്നറിൽ നിന്ന്, ലോറിയിൽ നിന്ന് അടുക്കി സ്റ്റോർ റൂമിലേക്ക് മാറ്റുക എന്നുള്ള ജോലിയും നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഷിഫ്റ്റാണ് ഇങ്ങനത്തെ ജോലികൾ വരുന്നത്. 10 hours ആണ് ഒരു ഷിഫ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ബാക്കി മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളോട് ഏജൻസികൾ വേറെ രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്ബെക്കിയും താജിക്കായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഈ വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ അതുപോലത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. വർക്ക് വിസയ്ക്കാണ് നിങ്ങൾ വരേണ്ടത്. ഈ വിസ ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരരുത്. അതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. രജിസ്ട്രേഷൻ ഒന്നും കിട്ടത്തില്ല. ഇങ്ങനത്തെ ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഇതെല്ലാം വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, പൈസയൊന്നും കളയാതിരിക്കുക ഈ വിസയുടെ ഒന്നും പേരിൽ. ഞാൻ ആർക്കും വിസയോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല. വർക്ക് വിസയ്ക്ക് നിങ്ങൾ വരണമെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രോസറി ഡെലിവറി ജോബും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ്, ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റഷ്യയുടെ കൂടുതൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്